സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ഓൺ എ മൈനസ് ബി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എ ക്രോസ് ബി ദ ഓൾ ക്യാപ് ഈക്വൽ ടു എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. എ പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് വെക്റ്റർ എന്താ? എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ഓൺ എ മൈനസ് ബി ആണ് അല്ലേ? അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ എ പ്ലസ് ബി ഓൺ എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഓൺ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? അപ്പം എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി വെക്റ്റർ എ പ്ലസ് ബി ക്രോസ് വെക്റ്റർ എ മൈനസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എ മൈനസ് ബി. അതായത് നമ്മളിവിടെ നമുക്ക് എന്താണ് യൂണിറ്റ് വെക്റ്റർ നമ്മളോട് ചോദിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പറഞ്ഞിരിക്കുന്ന വെക്റ്റേഴ്സ് ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ യൂണിറ്റ് വെക്റ്റർ എ ഓൺ ബി എ പ്ലസ് എ പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറഞ്ഞാൽ ആ എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. പക്ഷേ ഇവിടെ ആ എയുടെ സ്ഥാനത്ത് പെർപെൻഡിക്കുലാരിറ്റി ഏതാ പറഞ്ഞേക്കണം? എ പ്ലസ് ബിയും എ മൈനസ് ബി ആണ്. അപ്പോൾ നമ്മുടെ ഈ എയുടെ സ്ഥാനത്ത് ഏത് വരും? എ പ്ലസ് ബി വരും. ബിയുടെ സ്ഥാനത്ത് ഏത് വരും? എ മൈനസ് ബി വരും. പിന്നെ ഈ മാഗ്നിറ്റ്യൂഡ് ആ വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലറിൻ്റെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ആദ്യം കണ്ടുപിടിക്കണം? ആദ്യം ഫസ്റ്റ് വൺ എ പ്ലസ് ബി കണ്ടുപിടിക്കണം അല്ലേ? നമ്മുടെ എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്റ്റർ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വെക്റ്റർ എ നമുക്ക് തന്നേക്കണത് ഏതാ? 3i + 2j + 2k ആണ്. വെക്റ്റർ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 3i + 2j + 2k ആണ്. ആൻഡ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തന്നേക്കണേ? ദാറ്റ് ഈസ് ഈക്വൽ ടു i + 2j - 2k ആണ്. ഈ രണ്ട് വെക്റ്റർ നമുക്ക് തരണം. ആദ്യത്തെ വെക്റ്റർ 3i + 2j + 2kയും രണ്ടാമത്തെ വെക്റ്റർ എന്ന് പറയുന്നത് i + 2j - 2k ആണ്. അപ്പോൾ വെക്റ്റർ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്റ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 3i + i ദാറ്റ് ഈസ് ഈക്വൽ ടു 4i, then + 2j + 2j 4j, then 2k + -2k 0k. കാരണം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൂടെ വരുമ്പോൾ ആൻസർ നമുക്ക് അവിടെ 0 കിട്ടും. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എ മൈനസ് ബി കണ്ടുപിടിക്കണം. വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞേക്കുന്നത് 3i + 2j + 2k, then മൈനസ് ഓഫ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ i + 2j - 2k ആണ്. ഈ രണ്ട് വെക്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നോക്കിക്കേ മക്കളെ, 3i അങ്ങനെ തന്നെ എഴുതണം, 2j അങ്ങനെ തന്നെ എഴുതണം, + 2k അങ്ങനെ തന്നെ എഴുതണം. ഈ നെഗറ്റീവിനെ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -i ആയി. ഈ നെഗറ്റീവിനെ പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2j ആയി. ഈ നെഗറ്റീവിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +2k ആയി. കാരണം നെഗറ്റീവ് സൈൻ ബ്രാക്കറ്റിന് പുറത്തെടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഓരോ ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഓരോ വെക്റ്റർ എഴുതി. ഇനി നമുക്കറിയാം ഈ 3i - i എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i ആണ്. 2j - 2j എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0j ആണ്. 2k + 2k എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4k വരും. 4k കിട്ടി. അപ്പം നമുക്ക് എ പ്ലസ് ബിയും കിട്ടി, എ മൈനസ് ബിയും കിട്ടി. ഇനി ഫസ്റ്റ് വൺ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കണ്ടുപിടിക്കണം. എ പ്ലസ് ബിയും എ മൈനസ് ബിയും ആയി അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കണ്ടുപിടിക്കണം. ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നേക്കണ വാല്യൂ എല്ലാം നമ്മളങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. i j k ആയി. ഇനി നമ്മൾ എ പ്ലസ് ബി നമുക്ക് കിട്ടിയേക്കണം എന്താ? 4i, അപ്പോൾ 4, 4j 4, 0k അപ്പോൾ 0, ദെൻ എ മൈനസ് ബി കിട്ടിയേക്കണം 2i അപ്പോൾ 2, then 0j അപ്പോൾ 0j എന്ന് പറയുമ്പോൾ 0, 4k എന്ന് പറയുമ്പോൾ 4. നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിൻ്റ് ആയി. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിറ്റർമിൻ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ i വരും. i വരുമ്പോൾ ഈ റോയും ഈ കോളവും കറസ്പോണ്ടിങ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്ന ഏതാ? 4 0 വരും, 0 4 വരും. ദെൻ അടുത്ത -j വരുമ്പോൾ ഈ റോയും ഈ കോളവും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് 4 0യും 2 4ഉം വരും. k വരുമ്പോൾ ഈ റോയും ഈ കോളവും ക്യാൻസൽ ആയി പോകും. അപ്പോൾ k × 4 4 2 0 വരും.
അപ്പോൾ നമ്മുടെ ഡിറ്റർമിൻ്റ് ആയി. ഡിറ്റർമിൻ്റ് എടുത്ത് കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ അറിയാലോ അല്ലേ? അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? ഇതേ ഇൻറ്റു ഇത് 4 ഇൻറ്റു 4 16 വരും. 16 മൈനസ് 0 വരും. മൈനസ് ജെ ഇൻറ്റു ഏത് വരും? 4 ഇൻറ്റു 4 16 വരും. അവിടെ 4 ഇൻറ്റു 4 16 വരും. 16 മൈനസ് 2 ഇൻറ്റു 0 0 വരും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് കെ ഇൻറ്റു ഏത് വരും? 4 ഇൻറ്റു 0 0 വരും. 4 ഇൻറ്റു 2 8 വരും. മൈനസ് 8 ആയി. അതായത് നമ്മൾ മാട്രിക്സിൻ്റെ ഡിറ്റർമിൻ്റ് കാണുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് കാണുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ ഐ വരുമ്പോൾ ഇതേ ഇൻറ്റു ഇത് ഇതേ ഇൻറ്റു ഇത്. മൈനസ് ജെ വരുമ്പോൾ 4 ഇൻറ്റു 4 16 മൈനസ് 2 ഇൻറ്റു 0 0 പ്ലസ് കെ വരുമ്പോൾ 4 ഇൻറ്റു 0 0 മൈനസ് 2 ഇൻറ്റു 4 8 വരും. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ? 16 ആയി വരും. ആദ്യത്തെ ഫസ്റ്റ് വൺ 16 ആയി വരും. മൈനസ് 16 ജെ വരും. മൈനസ് 8 കെ വരും. അപ്പോൾ നമ്മുടെ എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കിട്ടി. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ ഐ ഇതാണ്. അപ്പോൾ 4004. രണ്ടാമത് ജെ വരുമ്പോൾ 4024 വരും. കെ വരുമ്പോൾ 4420. ഇനി 4 ഇൻറ്റു 4 16 16 മൈനസ് 0 16 തന്നെ വരും. 4 ഇൻറ്റു 4 16 16 മൈനസ് 0 0 വരും. അപ്പോൾ അവിടെ നമുക്ക് 16 ജെ കിട്ടും. ദെൻ അടുത്ത് ഇവിടെ വരുമ്പോൾ 4 ഇൻറ്റു 0 0 2 ഇൻറ്റു 4 8 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 16 ആയി. മൈനസ് 16 ജെ മൈനസ് 8 കെ വരും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? അടുത്ത് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ മക്കളെ? 16 സ്ക്വയർ വരും. ഇവിടെ 16 സ്ക്വയർ. ഇവിടെ മൈനസ് 16 എന്ന് പറഞ്ഞാൽ മൈനസ് 16 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഹോൾ സ്ക്വയർ വരും. മൈനസ് 8 ഹോൾ സ്ക്വയർ വരും. നമ്മളിപ്പോൾ ഒറ്റയടിക്ക് മൈനസ് എഴുതണം നിർബന്ധമൊന്നുമില്ല. അത് കാൽക്കുലേറ്റർ അടിച്ച് നമ്മൾ ആൻസർ അങ്ങ് എഴുതിയാലും മാത്രം മതി. ഇനി റൂട്ട് 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 16 സ്ക്വയർ 256 വരും. ഇത് 256 വരും. ഇവിടെ നമുക്ക് 64 വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 256 പ്ലസ് 256 പ്ലസ് 64 എന്ന് പറയുമ്പോൾ 576 വരും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 24 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ നമ്മുടെ ആൻസറായി. ദെൻ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ എ പ്ലസ് ബി ഓൺ എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. എ പ്ലസ് ബിയും എ മൈനസ് ബിയും വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ക്യാപ് ഈക്വൽ ടു എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി വരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഏത് വെക്ടറാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ നമ്മൾ ആ വെക്ടർ അങ്ങനെ തന്നെ എഴുതി. ഇനി ഇവിടെ നോക്കാം. നമുക്ക് എന്താണ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കിട്ടിയത്? 16i മൈനസ് 16j മൈനസ് 8k. ദെൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയത് 24. അപ്പോൾ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ?